ഹലോ, ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. 2023 PSC ചോദിച്ച 10ാം ക്ലാസ് ലെവലിലെ 1000-ലധികം ചോദ്യങ്ങളുടെ വർക്കൗട്ട് അത് നമ്മൾ ചെയ്ത് 3 കഴിഞ്ഞു. 3 വർക്കൗട്ട് കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ വർക്കൗട്ടാണ്. ഇന്നത്തെ വർക്കൗട്ടിൽ 25 ചോദ്യങ്ങളാണ്. അത്യാവശ്യം പാടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് 20 മാർക്കാണ് കട്ട് ഓഫ്. നിങ്ങൾക്ക് 20 മാർക്കോ അതിന് മുകളിലോട്ടോ താഴോട്ടോ എന്തോ ആയിക്കോട്ടെ, എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവരുടെയും കമന്റ് ഞാൻ നോക്കാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിയണം. ഓക്കെ, അറിഞ്ഞൂടാത്ത പോയിന്റ്സ്, ഞാൻ പറയുന്ന എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് ചെയ്യുക, നല്ല കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുക. ഓരോ ചോദ്യവും നിങ്ങൾ വേണമെങ്കിൽ പൗസൊക്കെ ചെയ്ത് നല്ലപോലെ വായിച്ച് നോക്കി അത് മനസ്സിലാക്കി തന്നെ ചെയ്യണം. നിങ്ങൾ ഈ വർഷം എഴുതാൻ പോകുന്ന LGS LDC പരീക്ഷകൾക്ക് ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. ആ ഒരു ഉറപ്പ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യണം. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാവേ. ഓരോ ചോദ്യവും നല്ലപോലെ വായിച്ച് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ശ്രമിക്കെങ്കിലും വേണം കേട്ടോ. ചുമ്മാ അവിടെ ഇങ്ങനെ ഞാൻ വായിക്കണമെന്ന് കേട്ട് ഇങ്ങനെ ഉത്തരം കിട്ടുന്ന വേണ്ടി ഇരിക്കരുത് കേട്ടാ. നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ രീതിയിൽ കേട്ടാ. അതിന് വേണ്ടിയിട്ട് വീഡിയോ വേണമെങ്കിൽ ഒന്ന് പൗസൊക്കെ ചെയ്തിട്ട് ഉത്തരമൊക്കെ ഒന്ന് നോക്കി നിങ്ങളുടെ ഉത്തരം തന്നെയാണോ ഞാനും പറയാൻ പോണെന്നൊക്കെ നോക്കുക. ശരി, ആരംഭിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. എ, ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഇത് ശരിയാണോ പിള്ളേരെ? ഇത് ശരിയാണ്. നമ്മൾ SCET പഠിക്കാറുണ്ട്. അതായത് ISRO ആരംഭിച്ച ഭൂപട നിർമ്മാണത്തിന് വേണ്ടി ISRO ആരംഭിച്ചൊരു സോഫ്റ്റ്വെയർ ആണ് ഇത് ഭുവൻ. ഏതാണ് ഭുവൻ? അത് SCET ഞാൻ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്ന് പറഞ്ഞിട്ട് ഒരു SCET ക്ലാസ്സിന് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആ SCET ടോപ്പിക്സ് നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാൻ പറ്റും. ഓക്കെ, അടുത്ത് ബി, ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചൊരു സംവിധാനമാണ്. അതും ശരിയാണ്. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ച സംവിധാനമാണ് ഈ പറയുന്ന ഭുവൻ. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. ഇതെല്ലാം ശരിയാണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ്. ഓക്കെ, അതായത് എയും ബിയും സിയും ശരിയാണ്. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. അത് ശരിയാണ്. ഗൂഗിൾ എർത്തിന് ബദലായിട്ടാണ് ഈ സംവിധാനം നിലവിൽ വന്നത്. അതുപോലെ 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസർ ഏത് വരും? ഒന്നാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ശരി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ, നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ത്യയുടെ ഗതി നിർണ്ണയ സംവിധാനം ഏതാണ്? ഇപ്പോൾ നമ്മൾ അമേരിക്കയുടെ GPS നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS. ആ GPS ബദലായിട്ട് ഇന്ത്യ നിർമ്മിച്ച ഒരു ഗതി നിർണ്ണയ സംവിധാനമുണ്ട്. അതാണ് നാവിക്. NAVIC എടാ, NAVIC, നാവിക്. ഈ നാവിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണരൂപമുണ്ട്, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. എന്താണ്? നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് നാവികിൻ്റെ പൂർണ്ണരൂപം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ നാവിക് എന്ന് പറയുന്ന ഇന്ത്യൻ ഗതിനിർണ്ണയ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകളെന്ന് പഠിക്കണം. ആ സാറ്റലൈറ്റുകളാണ് IRNSS സാറ്റലൈറ്റുകൾ. IRNSS എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. സിസ്റ്റമാണ് IRNSS. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓർത്ത് വെച്ചോണം. ഇന്ത്യയുടെ ഗതിനിർണ്ണയ സംവിധാനം നാവികാണ്. ഈ നാവിക് എന്ന് പറയുന്ന ഗതിനിർണ്ണയ സംവിധാനത്തിലേക്ക് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകൾ IRNSS ആണ്. ഈ IRNSS എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത് ISRO ആരംഭിച്ച വർഷം അറിയോ? ISRO ആരംഭിച്ചത് 1969 ഓഗസ്റ്റ് 15 എന്താരംഭിച്ചത്? ISRO ആരംഭിച്ചത്. അപ്പോൾ ISRO ആരംഭിച്ച വർഷം ഏതാണ്? 1969 ഓഗസ്റ്റ് 15. ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത് ഈ ISRO ആസ്ഥാനം ഏതാണ്? ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ് ISROയുടെ ആസ്ഥാനം. ഓക്കെ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കും. LGS പരീക്ഷയ്ക്കോ LD പരീക്ഷയ്ക്കോ ഉറപ്പായിട്ടും ചോദിക്കും. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISRO നിലവിലെ ചെയർമാൻ S. സോമനാഥാണ് കേട്ടോ. S. സോമനാഥാണ് നിലവിലെ ചെയർമാൻ. അപ്പോൾ അത്രയും ചോദ്യം കൂടെ എഴുതി പഠിച്ചോണേ. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ ചോദ്യം നോക്കാം. മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ ആരാണ് കുട്ടികളെ? അത് ഇവാനാണ്. ആരാണ്? ഇവാൻ. ഓപ്ഷൻ ബി, ഇവാനാണ് ആൻസർ. ഈ ഇവാൻ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകനെ ആരാ മുന്നോട്ട് വെച്ചതെന്നറിയോ? ഏത് ചാനലെന്നറിയാവോ? മീഡിയ 1 ചാനലാണ് മുന്നോട്ട് വെച്ചത്. ഏത് ചാനലാണ്? മീഡിയ 1 ചാനൽ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ആരാ?
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ആരാ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ജോൺ മെക്കാർത്തിയാണ്. ആൺകുട്ടികളെ, ജോൺ മെക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ്. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരാണ്? ജോൺ മെക്കാർത്തിയാണ്. ഇദ്ദേഹം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ആ ചോദ്യം എന്ത് ചെയ്യണം? പഠിച്ചോണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ജോൺ മെക്കാർത്തിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? അതും ജോൺ മെക്കാർത്തിയാണ്. അപ്പം മലയാളത്തിലെ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകനാണ് ഇവാൻ. ഇവാൻ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകനെ മുന്നോട്ട് വെച്ചത് ഏത് ചാനലാണ്? അത് മീഡിയ 1 ചാനലാണ്. ഏത് ചാനലാണ്? മീഡിയ 1 ചാനലാണ്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, അടുത്ത മൂന്നാമത് ചോദ്യം. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. A. GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. ശരിയാണോ? GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണോ? എന്നാണ്. അത് ശരിയാണ്. അടുത്ത B. 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. തെറ്റാണ്. 101-ാം ഭരണഘടനാ ഭേദഗതി, 101-ാം ഭരണഘടനാ ഭേദഗതിയും 122-ാം ഭരണഘടനാ ഭേദഗതി ബില്ലും. മനസ്സിലായ? എത്രാമത്തെ ബില്ലെന്ന് കേട്ടാൽ 122-ാമത്തെ ബില്ല്. എത്രാമത്തെ ഭേദഗതി എന്ന് കേട്ട് കഴിഞ്ഞാൽ 101-ാം ഭേദഗതി. ഓക്കെ, അത് മറക്കരുത്. 122-ാമത്തെ ബില്ല്, 101-ാമത്തെ ഭേദഗതി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, അടുത്ത് C. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. ശരിയാണ്? ശരിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത D. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. പ്രത്യക്ഷ നികുതിയാണോ ഇത്? അല്ല, ഇതൊരു പരോക്ഷ നികുതിയാണ്. കുട്ടികളെ, പരോക്ഷ നികുതിയാണ്. ഓക്കെ, അതായത് നമ്മുടെ രാജ്യത്തെ പരോക്ഷ നികുതികളെല്ലാം ചേർത്തുകൊണ്ട് ആരംഭിച്ചതാണ് ഏത്? GST. അപ്പോൾ Aയും Cയും ശരിയാണ്. Aയും Cയും ശരിയാണ്. Bയും Dയും തെറ്റാണ്. അപ്പം നമുക്ക് ശരിയായതല്ലേ ചോദിക്കുന്നേ. അപ്പോൾ ഏത് വരും? മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ C ആണ് കേട്ടോ. മൂന്നാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ C. ഓക്കെ, ഇനി നമുക്ക് 1-2 കാര്യം ചോദിക്കാനുണ്ടേ. ഈ GST ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാ? GST ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം അസമാണ്. ഏതാണ്? അസമാണ്. ഇത് ചോദിക്കും. 2017 ഇനിയിപ്പോൾ ചോദിക്കുകയൊന്നുമില്ല. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇരിക്കരുത്. ഇത് സ്റ്റാറ്റിക് GK ആണ്. ഓക്കെ, GST ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അസമാണ് ആദ്യ സംസ്ഥാനം. രണ്ടാം സംസ്ഥാനം ഏതാ? GST രണ്ടാമത് നടപ്പിലാക്കിയ സംസ്ഥാനം ബീഹാറാണ് കേട്ടോ. ബീഹാറാണ് രണ്ടാം സംസ്ഥാനം. ഓക്കെ, 16-ാമത്തെ സംസ്ഥാനം, അതായത് 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമായിരുന്നു GST നടപ്പിലാക്കാൻ. അതുകൊണ്ട് 16-ാമത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിക്കും. 16-ാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ. GST നടപ്പിലാക്കിയ എത്രാം സ്ഥാനം? 16-ാമത്തെ സംസ്ഥാനമാണ് ഏത്? ഒഡീഷ. ഓക്കെ, അപ്പോൾ ആദ്യം ഏതാ? അസം, രണ്ടാമത് ബീഹാർ, 16-ാമത് ഒഡീഷ. പഠിച്ചേ, എഴുതി തന്നെ പഠിച്ചേ. ഓക്കെ, അടുത്ത് 4-ാമത്തത് പദ്ധതി. യൂണിവേഴ്സിറ്റി LGS കമ്പൈൻ സ്റ്റഡിയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പദ്ധതികൾ. ഇത് പഠിക്കാത്തവർ അവിടെ പോയി പഠിച്ചോണം. നിങ്ങൾക്ക് LGS പരീക്ഷ ആയിക്കോട്ടെ, LD പരീക്ഷ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ക്ലാസ് ഉപകാരപ്പെടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? പോയി എടുത്ത് പഠിക്കുക. അത് നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ നോക്കാം. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഇവിടെ ഏതൊരു ആൻസർ? എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സ്വർണ്ണ ജയന്തി ഷെഹാരി റോസ്ഗർ യോജനയാണ് കേട്ടോ. സ്വർണ്ണ ജയന്തി ഷെഹാരി റോസ്ഗർ യോജനയാണ് ആൻസർ. സ്വർണ്ണ ജയന്തി ഷെഹാരി റോസ്ഗർ യോജനയാണ് ആൻസർ. അത് പഠിച്ചോണം. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാവേ. അടുത്തത് 5-ാം ചോദ്യം. ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. നോക്കാം. അല്ല, ഹോക്കി എന്താ കൊടുത്തിരിക്കുന്നത്? ഹോക്കി നമുക്ക് ഇപ്പോൾ സൈഡിൽ നോക്കാം. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്, ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. അതവിടെ പോകണ്ട. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനം. ഇത് നമുക്ക് ഇത് അറിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഹോക്കി മാത്രമേ കായിക ഇനമായി ഇപ്പോൾ സൈഡിലുള്ളൂ. മനസ്സിലായില്ലേ? ഇനത്തെക്കുറിച്ച് വരുന്ന പോയിന്റ് വളരെ സൈഡിൽ ഇതാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനം അത് ഏതാണ്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് എഴുതാം. ഏതാണ് ആൻസർ? ഹോക്കിയാണ് ആൻസർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ബോധം കെട്ട് വീഴരുത് കേട്ടോ. അത് ചിലപ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് പലരും വായിക്കാൻ പോലും തയ്യാറാവുന്നപ്പോൾ ദാടക്കുകയാണ്. എനിക്ക് പോയി സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, കിട്ടൂലെന്നങ്ങ് തീരുമാനിക്കുകയാണ്. ഒന്ന് വായിച്ചാൽ കിട്ടും. ഓക്കെ, അടുത്തത് ബി. പി ടി ഉഷയ്ക്ക് എന്തായാലും വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിട്ടത്തില്ല.
PT ഉഷ ചെസ് ചാമ്പ്യനും അല്ല. അപ്പോൾ നമുക്ക് 4 എടുത്ത് വയ്ക്കാം. CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ്. ഈ CUK എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അത്രയേ ഉള്ളൂ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ് CUK. കേട്ടോ. അപ്പോൾ CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ആർക്കാണ്? PT ഉഷയ്ക്കാണ്. അപ്പോൾ B എങ്ങോട്ട് പോകും? B 4 പോകും. അടുത്ത C, മുംബൈ ഇന്ത്യൻസ്. അത് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് നേടിയത് ആരാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. അതൊരു കണ്ടവേഴ്സ് ചോദ്യമാണ് കേട്ടോ. മുംബൈ ഇന്ത്യൻസ് ആണ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് നേടിയത്. അടുത്ത D, വിശ്വനാഥ് ആനന്ദ്. ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. ഇവിടെ ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടിയത് ആരാണ്? വിശ്വനാഥ് ആനന്ദാണ്. അപ്പോൾ ഏത് വരും ആൻസർ? അതായത് A എങ്ങോട്ട് പോവും? A 3 പോവും. അടുത്ത B എങ്ങോട്ട് പോവും? B 4 പോവും. C എങ്ങോട്ട് പോവും? C 1 പോവും. D എങ്ങോട്ട് പോവും? D 2 പോവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത് കേട്ടോ, ഓപ്ഷൻ A. ഓക്കെ, ഇനി ചോദിക്കട്ടെ, ഈ PT ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് വർഷമാണ്? PT ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് 1980 ഏത് ഒളിമ്പിക്സാണ്? മോസ്കോ ഒളിമ്പിക്സ് ആണ് കേട്ടോ. 1980 മോസ്കോ ഒളിമ്പിക്സ് ആണ് PT ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ്. ഓക്കെ, ഇനി PT ഉഷ നമുക്കറിയാം ഒളിമ്പിക്സ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? PT ഉഷ. ഒളിമ്പിക്സ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. ഏത് വർഷത്തെ ഒളിമ്പിക്സ് ഫൈനലിലാണ് PT ഉഷ എത്തിയെന്ന് അറിയാമോ? ഏത് വർഷത്തെ ഒളിമ്പിക്സ് ഫൈനലിലാണ് PT ഉഷ എത്തിയെന്ന് കേട്ട് കഴിഞ്ഞാൽ 1984 അത് പ്രീവിയസ് ആയിട്ട് 10th മെയിൻസിന് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1984 ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്. ഫൈനലിലെത്തിയത്. ഫൈനലിലെത്തുകയും സെക്കൻഡിൻ്റെ ഒരു അംശത്തിൻ്റെ വ്യത്യാസത്തിൽ എന്ത് ചെയ്തു? മെഡൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ലോസ് ഏഞ്ചലസ് വെച്ചിട്ടാണ്. എവിടെ വെച്ച് നടന്നത്? ലോസ് ഏഞ്ചലസിൽ. ഓക്കെ, അപ്പം PT ഉഷ ആദ്യമായി പങ്കെടുത്തത് 1980 മോസ്കോ ഒളിമ്പിക്സ്. ഇനി PT ഉഷയ്ക്ക് മെഡൽ നഷ്ടപ്പെട്ടത് 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ്. ഈ PT ഉഷയുടെ പരിശീലകനാണ് OM നമ്പ്യാർ. കേട്ടോ, OM നമ്പ്യാർ PT ഉഷയുടെ പരിശീലകനാണ്. ഈ OM നമ്പ്യാരെ ചോദ്യം കഴിഞ്ഞ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു PSC. ആ ചോദ്യം ഇതായിരുന്നു: ആദ്യത്തെ ദ്രോണാചാര്യ പുരസ്കാരം 1985 ദ്രോണാചാര്യ പുരസ്കാരം ആരംഭിക്കുന്നത്. ആദ്യത്തെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ആണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യം മലയാളി ആണെന്ന് ചോദിക്കും. 2 ചോദിച്ചാൽ ആൻസർ ആര് തന്നെയാണ്? OM നമ്പ്യാർ തന്നെയാണ്. ആരാണ് പിള്ളേരെ? OM നമ്പ്യാർ തന്നെയാണ്. പിന്നെ വിശ്വനാഥ് ആനന്ദിൻ്റെ സ്ഥിരം ചോദ്യമാണ്, ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. നമ്മുടെ രാജ്യത്ത് ഒരു കായിക താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഏത്? ഖേൽരത്ന പുരസ്കാരം. ആ ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ച താരം ആരാ? വിശ്വനാഥൻ ആനന്ദ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടി. ശരി, ഇനി നമുക്ക് അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, A, നിത്യ ചൈതന്യയതി കരിഞ്ചന്ത. തെറ്റാണ്. B, പന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ. പന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ തെറ്റാണോ ശരിയാണോ? പന്തി ഭോജനം നടത്തിയ ആരാണ്? പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യയാണ്. ആരാണ്? തൈക്കാട് അയ്യയാണ് പന്തി ഭോജനം നടത്തിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യയാണ്. ഇനി അടുത്ത് സമപന്തി ഭോജനം. പന്തി ഭോജനം തൈക്കാട് അയ്യ. സമപന്തി ഭോജനം നടത്തിയത് ആരാ? സമപന്തി ഭോജനം നടത്തിയത് സ്വാമി എന്ന് ഓർക്കണം. സമപന്തി ഭോജനം നടത്തിയ ആരാണ്? സ്വാമി എന്ന് ഓർത്തണം. ആരാണ്? വൈകുണ്ഠസ്വാമി. ആരാണ് വളരെ? വൈകുണ്ഠസ്വാമിയാണ് സമപന്തി ഭോജനം നടത്തിയത്. അപ്പോൾ പന്തി ഭോജനം തൈക്കടയ്യ, സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠസ്വാമി. ആരാണ്? വൈകുണ്ഠസ്വാമി. കേട്ടോ, സമസ്വാമി. സമപന്തി ഭോജനം തൈക്കടയ്യ. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രീതി ഭോജനം നടത്തിയത് ആരാ? പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. പ്രീതി ഭോജനം നടത്തിയത് ആരാണ് പിള്ളേരെ? വാഗ്ഭടാനന്ദനാണ് പ്രീതി ഭോജനം നടത്തിയത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ബാക്കിയുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്ക് വാക്ക് കൊടുക്കാറില്ലേ? ഇപ്പം കാമുകൻ കാമുകിക്ക് വാക്ക് കൊടുത്ത് അവളെ പ്രീതിപ്പെടുത്താറുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇനി മക്കൾ അമ്മയോട്, ഇപ്പം ആ മക്കളാണെങ്കിൽ അമ്മയുടെ കയ്യിലേക്ക് വാക്ക് കൊടുക്കുന്നത്, അമ്മ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കുടിക്കൂല അമ്മ, അല്ലെങ്കിൽ ഞാൻ പുകവലിക്കൂല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ വാക്ക് കൊടുക്കത്തില്ലേ? അപ്പം വാക്ക് കൊടുത്ത് പ്രീതിപ്പെടുത്തുന്നു. ഓക്കെ, അപ്പം പ്രീതി ഭോജൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. അടുത്ത മിശ്ര ഭോജൻ ആരാ? മിശ്ര ഭോജൻ സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജൻ സംഘടിപ്പിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വേണം. ഇപ്പം അയ്യപ്പൻ ഉണ്ടെങ്കിൽ നമുക്ക് ശബരിമല അയ്യപ്പനിൽ ഓർമ്മ വേണത്. ശബരിമല അയ്യപ്പൻ അവിടെ എത്തുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. അല്ല, മിശ്ര മതത്തിൽപ്പെട്ടവരും അയ്യപ്പനെ കാണാൻ വരാറുണ്ട് അല്ലേ? അപ്പം മിശ്ര മതത്തിൽപ്പെട്ടവരും അയ്യപ്പനെ കാണാൻ വരുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. മിശ്ര മതത്തിൽപ്പെട്ടവരും അയ്യപ്പനെ കാണാൻ വരുന്നുണ്ട്. അപ്പം മിശ്ര ഭോജൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ അത് 4 നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. പന്തി ഭോജൻ ആരാ? തൈക്കാടയ്യ. സമപന്തി ഭോജൻ ആരാണ്? വൈകുണ്ഠസ്വാമി. സമപന്തി ഭോജൻ ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. പിന്നെ എന്താ പറഞ്ഞേ?
പിന്നെ എന്താ പറയുക, പ്രീതി ഭോജൻ. പ്രീതി ഭോജൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ് പ്രീതി ഭോജൻ. അതുപോലെ മിശ്ര ഭോജൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ പറയുന്നത് ബി പന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ തെറ്റാണ്. കുമാരനാശാൻ ദുരവസ്ഥ ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാനം ശരിയാണ്. അപ്പോൾ നമുക്ക് തെറ്റായ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ എ വരും. എയും ബിയും തെറ്റാണ്, എയും ബിയും തെറ്റാണ്. ഓക്കെ, അടുത്ത് ഇത് SC എന്നുള്ള ചോദ്യമാണ്. കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഓക്കെ, നമുക്കറിയാം കരിമ്പനങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. ഓക്കെ, പാലക്കാടിൻ്റെ ഗ്രാമം പശ്ചാത്തലമാക്കി, പാലക്കാടിൻ്റെ അല്ലെങ്കിൽ പാലക്കാട് ചുരത്തിൻ്റെ സമീപത്തുള്ള ഒരു ഗ്രാമം പശ്ചാത്തലമാക്കി OV വിജയൻ എഴുതിയ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ആമുഖത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിങ്ങനെ പറയുന്നത് കേട്ടോ. ഖസാക്കിൻ്റെ ഇതിഹാസം ഓർത്ത് വെച്ചോണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഖസാക്കിൻ്റെ ഇതിഹാസം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയ ആരാണ്? OV വിജയനാണ് എഴുതിയത് കേട്ടോ. നിങ്ങൾ ഓർത്ത് വെച്ചോണം. രവി, അപ്പുക്കിളി, PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. രവി, അപ്പുക്കിളി എന്നീ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. അപ്പുക്കിളിയൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രവി, അപ്പുക്കിളി, മാധവൻ നായർ, മൈമൂന, കുഞ്ഞാമിന, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രവിയും അപ്പുക്കിളിയും ഒക്കെയാണ്. ഓക്കെ, ശരി. ഇതിൻ്റെ ലാസ്റ്റ് കഥയൊക്കെ ഒക്കെ വായിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് രവി പാമ്പ് കടിയേറ്റ് ബസ് സ്റ്റോപ്പിൽ മരിച്ചു കിടക്കുന്നതും അതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും. ഓക്കെ, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ രവി, അപ്പുക്കിളി ഏതിലെയാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ്. ഓക്കെ, ശരി. അപ്പോൾ അതും നമ്മൾ പഠിച്ചു. അടുത്ത് വീണ്ടും ചേരുംപടി ചേർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെയാണ്. സ്റ്റേറ്റ്മെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഓടരുത്, പേടിക്കരുത്. ഒന്ന് വീഡിയോ പൗസ് ചെയ്തിട്ടും ചെയ്ത് നോക്കിയേ. അടൂർ ഗോപാലകൃഷ്ണൻ നോക്കുമ്പോൾ ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. ഇതാ കിട്ടി, അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. A4 പോവും. JC ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ്. ഓക്കെ, റസൂൽ പൂക്കുട്ടി ഓസ്കാർ നേടിയ ആദ്യ മലയാളി. തോപ്പിൽ ഫാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. ഇതിൽ ബാക്കി മൂന്നും, അതായത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ ഞാനൊരു കോഡ് വീഡിയോ ഇട്ടുതരാമേ. അത് കണ്ടു. അടൂർ ഗോപാലകൃഷ്ണൻ്റെയും G അരവിന്ദൻ്റെയൊക്കെ സിനിമകൾ നമുക്ക് കോഡ് വെച്ച് പഠിക്കാൻ പറ്റും. അത് നമുക്ക് ചിലപ്പോൾ ചോദിക്കും. ഇങ്ങനെ തന്നിട്ട് ഇതിൽ താഴെ പറയുന്നതിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ ഏത്, അല്ലാത്തതേത്, അല്ലെങ്കിൽ G അരവിന്ദൻ്റെ സിനിമ ഏത്, അല്ലാതെ ഏതെന്ന് ചോദിക്കാം. അത് ഞാൻ കോഡ് വീഡിയോ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ, അത് എങ്ങോട്ട് വരും? A4 വരും. അടുത്ത് B JC ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ്. B3 പോകും. ഓക്കെ, C റസൂൽ പൂക്കുട്ടി ഓസ്കാർ നേടിയ ആദ്യ മലയാളി. അപ്പോൾ C1 പോവും. ഓക്കെ, അടുത്ത D തോപ്പിൽ ഫാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. ഓക്കെ, അത് 2 പോകും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതിന് തുല്യമായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതിലെ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് KPSC കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതാണ് സംഭവം. KPSC ലളിത ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. KPSC അതാണ് സംഭവം കേട്ടോ. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. അതായത് ഇതൊരു പ്രൊഫഷണൽ നാടക സംഘമാണ് കേട്ടോ. ഈ KPSC. ഈ KPSC ആരംഭിച്ചത് 1950 KPSC ആരംഭിച്ചത്. KPSCയുടെ ആസ്ഥാനം എവിടെയാണ്? KPSCയുടെ ആസ്ഥാനം അത് കായംകുളത്താണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് KPSCയുടെ ആസ്ഥാനം. ഈ KPSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഞാൻ പ്രൊഫഷണൽ നാടക ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ KPSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങളിലൊന്നാണ്. അതായത് ഇവിടെ 2ാമത്തെ നാടകമായ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങളിലൊന്നാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഇവർ അവതരിപ്പിക്കുന്ന 2ാമത്തെ നാടകം കൂടിയാണത്. KPSC അവതരിപ്പിക്കുന്ന 2ാം നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ആ നാടകം എഴുതിയ വ്യക്തിയാണ് ആര്? തോപ്പിൽ ഫാസി. കുട്ടികളെ, തോപ്പിൽ ഫാസി. ഓക്കെ, അപ്പോൾ KPSC എന്ന് വെച്ചാൽ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബാണ് KPSC. പ്രൊഫഷണൽ നാടക സംഘമാണ് KPSC. 1952 ഈ തോപ്പിൽ ഫാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം എന്ത് ചെയ്തത്? ഇവർ അവതരിപ്പിക്കുന്നത്, ഇവിടെ 2ാമത്തെ നാടകമായി അവതരിപ്പിക്കുന്നത്. അതാണ് KPSC എന്ന് പറയുന്ന പ്രൊഫഷണൽ നാടക സംഘത്തിന് ഇത്രയും പേരും പ്രശസ്തിയും നേടിക്കൊടുത്ത നാടകം. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. 2023 മാർച്ച് 30 2ാം G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? കുട്ടികളതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കുമരകമാണ്. ആൻസർ. കുമരകം PSC പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ
ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം, രണ്ടും ചോദിക്കാറുണ്ട്. രണ്ടും ഒന്നിനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രം അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം കേന്ദ്രമാണ് ഏത്? കുമരകം. കുമരകം കോട്ടയം ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ് വളരെ? കോട്ടയം ജില്ലയിലാണ് കുമരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ കുമരകം ജില്ല കോട്ടയം ജില്ലയിൽ കുമരകം സ്ഥിതി ചെയ്യുന്നത്. കുമരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷി സങ്കേതമാണ്. കുമരകം എന്താണ്? ഒരു പക്ഷി സങ്കേതമാണ്. വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് കൂടിയാണ് ഏത്? ഈ പറയുന്ന കുമരകം. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോണം, കുമരകം ഒരു പക്ഷി സങ്കേതമാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രം കുമരകമാണ്. അതെല്ലാം ഓർത്ത് വെച്ചോണം. ഈ കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവണാറ്. ഏതാണ് കുട്ടികളെ? കവണാറാണ് കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. കുമരകം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. PSC ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. ഓക്കെ, അടുത്ത 10ാം ചോദ്യം. ഇന്ത്യൻ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. തെറ്റ്. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ് കുട്ടികളെ? ഏതാണ്? അത് മോഹിനിയാട്ടമാണ്. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടമാണ്. അതുപോലെ കഥകളിയും കേരളത്തിൻ്റെ തനത് നൃത്തരൂപങ്ങളിൽ ഒന്നാണ് ഏത്? കഥകളിയും മോഹിനിയാട്ടവും. ഓക്കെ, അടുത്ത് കർണാടകയിലെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. അതും തെറ്റാണ്. കർണാടകയിലെ തനത് സംഗീത ശാഖയല്ല, അത് കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠിച്ച് വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം. മനസ്സിലായോ? കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അനുഷ്ഠിച്ച് വരുന്ന ഒരു കലാരൂപമാണ് ഏത്? ഈ പറഞ്ഞ സോപാന സംഗീതം. ഓക്കെ, ശരി. അപ്പം അത് രണ്ടും തെറ്റാണ്. അടുത്ത, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. വളരെ ശരിയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് അജന്ത, എല്ലോറ ഗുഹകളും അതുപോലെ താജ്മഹലും എന്നിവയാണ്. അത് ശരിയാണ്. അടുത്ത്, ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇത് SCERT പോയിന്റാണ്. SCERT അതുപോലെ തന്നെ പറയുന്നുണ്ട്, ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ Cയും Dയുമാണ് ശരി. അപ്പോൾ Cയും Dയും ശരിയെന്ന് പറയുമ്പോൾ ഏത് വരും ആൻസർ? അത് ഓപ്ഷൻ ഡി വരും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി. ഓക്കെ, Cയും D ആണ് ശരി. അപ്പോൾ ഞാൻ 1-2 കാര്യം ചോദിക്കട്ടെ പിള്ളേരെ. ഈ ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്നത് UNESCO ആണ് അല്ലേ? UNESCO ആണ് ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്നത്. അതും ചോദിച്ചിട്ടുണ്ട്. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UN-ന്റെ ഘടകം ഏതാണ്? അത് UNESCO ആണ്. UNESCO എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോ പുനരൂപം പഠിച്ചോണേ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, കൾച്ചറൽ ആൻഡ് സയൻറ്റിഫിക് ഓർഗനൈസേഷനാണ് യുനെസ്കോ. ഓക്കെ, സോറി പറയുമ്പോൾ മാറിപ്പോയി. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനാണ് കേട്ടോ. ഓക്കെ, ഞാനിത് പല സ്ഥലത്തൊക്കെ ഇരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് സമയം കിട്ടും. ഇപ്പം തന്നെ ഞാൻ ഒരു യാത്രക്കിടയ്ക്കാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പം ഈ ചെറിയ വെള്ളി വീഴ്ചയും അതായത് പറയുന്ന വാക്കുകൾ മാറിപ്പോക്കും അതൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ തിരുത്തി പറയുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടിരുന്നത് അത് ഞാനപ്പോൾ അത് ശരിയാക്കി എന്ത് ചെയ്യാം? ഞാനത് പിൻ ചെയ്തിരിക്കാം. ഓക്കെ, മനസ്സിലാക്കണം, സമയക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇടയ്ക്കൊക്കെ ഈ ചെറിയ ശബ്ദ വ്യത്യാസവും ഇതൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, ശരി, അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ നിങ്ങളത്. ഇനി അടുത്ത്, യുനെസ്കോ രൂപം കൊണ്ട വർഷം അറിയോ? യുനെസ്കോ രൂപം കൊണ്ടത് 1945 നവംബർ 16 ഏത് വർഷമാണ്? 1945 നവംബർ 16 ഏത് രൂപം കൊണ്ടത്? യുനെസ്കോ രൂപം കൊണ്ടത്. എഴുതി പഠിച്ചാണ് 1945 നവംബർ 16. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയെന്നറിയോ? യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്. എവിടെയാണ് ആസ്ഥാനം? പാരീസിലാണ് യുനെസ്കോയുടെ ആസ്ഥാനം. ഇനി അടുത്ത്, ഈ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഇടം നേടിയത് ഏതൊക്കെയാണ്? അജന്ത എല്ലോറ ഗുഹകളും പിന്നെ ഏതാണ്? താജ്മഹലുമാണ്. ഈ 2 സാധനങ്ങളും, അജന്ത എല്ലോറ ഗുഹകളും താജ്മഹലും, ഈ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് 1983 ഏത് വർഷമാണ്? 1983 ഇവിടെ പഠിച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. 1983 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഈ 2 കാര്യങ്ങളും എന്ത് ചെയ്തത്? ഇടം നേടിയത്. ഓക്കെ, ശരി, നമുക്ക് അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത 12ാം ചോദ്യം. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഇത് ഈ ക്വസ്റ്റ്യൻ PSC എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. കാരണം ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് പിള്ളേരെ? ഏതാ അറിയോ? അത് ആന്ത്രോത്താണ്. ആന്ത്രോത്ത് ഓപ്ഷൻ അതുകൊണ്ട് PSC ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു കേട്ടോ. നമുക്കിപ്പോൾ വെട്ടിയിടാം. ക്യാൻസൽ ചെയ്തു. ഓക്കെ, ലക്ഷദ്വീപിനെ കുറിച്ച് എന്താ അറിയാം നിങ്ങൾക്ക്?
ലക്ഷദ്വീപിനെ കുറിച്ച് ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റിൽ പറഞ്ഞുതരാവേ. 1956 നവംബർ 1 കേരളം എപ്പോൾ രൂപം കൊണ്ടോ അപ്പോൾ തന്നെയാണ് ലക്ഷദ്വീപ് രൂപം കൊണ്ടത്. 1956 നവംബർ 1 ലക്ഷദ്വീപ് രൂപം കൊണ്ടത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന സ്ഥലമാണ് ഏത്? ലക്ഷദ്വീപ്. ബ്രിട്ടീഷുകാരാണ് ലക്ഷദ്വീപ് ഭരിച്ചിരുന്നത്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ലക്ഷദ്വീപ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശവും ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലവും ഏതാണ്? ലക്ഷദ്വീപാണ്. അപ്പോൾ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ്, അതുപോലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലവും ഏത് തന്നെയാണ്? ലക്ഷദ്വീപ് തന്നെയാണ്. ഓക്കെ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ആന്ത്രോത്താണ്. ആന്ത്രോത്താണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്. ഓക്കെ. 36 ദ്വീപുകളുണ്ട് ലക്ഷദ്വീപിൽ. മനസ്സിലായി? 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്. അതിൽ 10 എണ്ണത്തിൽ ജനവാസമുള്ളൂ. എത്ര എണ്ണത്തിൽ ജനവാസമുണ്ട്? 10 ദ്വീപുകളിൽ ജനവാസമുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത പഠിക്കേണ്ടത് ഈ ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ കീഴിലെന്നാണ്? നമ്മുടെ സ്വന്തം കേരള ഹൈക്കോടതിയുടെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപിലെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ വർഷം 2022 കുറേ വിവാദങ്ങളൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്ററുടെ പേരിലുണ്ടായിരുന്നു. മനസ്സിലായി? അദ്ദേഹം അവിടെ കൊണ്ടുവരാൻ വന്ന കുറേ പരിഷ്കാരങ്ങൾ അത് ലക്ഷദ്വീപിൻ്റെ സ്വാഭാവിക ജീവിതത്തെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പുള്ളിയുടെ പേര് പഠിച്ചോണം. പ്രഫുൽ പട്ടേൽ. ആരാണ്? പ്രഫുൽ പട്ടേലാണ് ലക്ഷദ്വീപിൻ്റെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. 1956 നവംബർ 1 രൂപം കൊണ്ടു. ഓക്കെ. ആരെ കീഴിലായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശവും ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലവും ഏതാണ്? ലക്ഷദ്വീപാണ്. ഓക്കെ, ലക്ഷദ്വീപാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? കവരത്തിയാണ് തലസ്ഥാനം. ആന്ത്രോത്താണ് ഏറ്റവും വലിയ ദ്വീപ്. ഓക്കെ. 36 ദ്വീപുകളുണ്ട്. 10 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. അതുപോലെ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. നിലവിലത്തെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? അത് പ്രഫുൽ പട്ടേലാണ്. ഓക്കെ. അടുത്ത 12ാമത് ചോദ്യം നോക്കാം. 12ാമത് ചോദ്യം, ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. അതും PSCക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷനിലില്ല. ദക്ഷിണേന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കാരണം വളരെ ആനമുടിയാണ് ദക്ഷിണേന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി. അപ്പോൾ നമുക്ക് ദക്ഷിണേന്ത്യ എന്ന് ചോദിച്ചാലും ഉപദ്വീപീയ പീഠഭൂമി എന്ന് ചോദിച്ചാലും കേരളം എന്ന് ചോദിച്ചാലും അതുപോലെ പശ്ചിമഘട്ടം എന്ന് ചോദിച്ചാലും 4 ചോദ്യത്തിന് ആൻസർ ആനമുടി തന്നെയാണ്. ഓക്കെ. ഏതൊക്കെയാണ് വളരെ? ദക്ഷിണേന്ത്യ, ഉപദ്വീപീയ പീഠഭൂമി, കേരളം, പശ്ചിമഘട്ടം. ഈ 4 ചോദ്യം തന്നിട്ട് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ആനമുടിയാണ്. ആനമുടിയാണ് ഏറ്റവും കൂടിയ കൊടുമുടി. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. ഓക്കെ. ഇനി അടുത്ത ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാവേ. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയും നമ്മുടെ കേരളത്തിലുള്ള മീശപ്പുലിമലയാണ്. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമലയാണ്. അത് 2640 ആണ്. എത്രയാണ് കുട്ടികളെ? 2640 മീശപ്പുലിമലയുടെ ഉയരം. ഇവിടെ ഓപ്ഷനിൽ മീശപ്പുലിമല ഇല്ല. ദക്ഷിണേന്ത്യയിലെ ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് ദോഡാബേട്ട ഹിൽസിൻ്റെ ഉയരം 2637 എത്രയാണ്? 2637. അപ്പോൾ 2695 ആനമുടി ഒന്നാമത്. 2640 ഏതാ 2640 പറഞ്ഞത്? 2640 പറഞ്ഞത് മീശപ്പുലിമല രണ്ടാമത്. അടുത്ത് 2637 ഏതാ പറഞ്ഞത്? അത് ദോഡാബേട്ട, അത് 3ാമതാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോണേ. ഓക്കെ. അടുത്ത ചോദ്യം, 13ാം ചോദ്യം, മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഓക്കെ. അത് വേറെ ചോദ്യമായിരുന്നു. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉത്തരം കിട്ടിയിട്ടുള്ളൂ. എൻ്റെ ആൻസർ മിസോറാമാണ്. എൻ്റെ പിള്ളേരെ മിസോറാമാണ് കേട്ടോ. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. ഓക്കെ, ശരി. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാവേ. ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാട് എന്നറിയുന്ന സംസ്ഥാനം ഏതാ? ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം അത് മിസോറാമാണ്. അപ്പോൾ ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. തുല്യമല്ലാത്തത് എന്നർത്ഥപ്പെടുന്ന സംസ്ഥാനം ഏതാ? തുല്യമല്ലാത്തത് അല്ലെങ്കിൽ സമമല്ലാത്തത് കിട്ടിക്കാണും. സമമല്ലാത്തത് അസം. ഏതാണ്? അസം. പുതിയ കൊട്ടാരം എന്നർത്ഥപ്പെടുന്ന സംസ്ഥാനം ഏതാ? പുതിയ കൊട്ടാരം എന്ന് പേരിനർത്ഥപ്പെടുന്ന സംസ്ഥാനം ഏതാ? അത് സിക്കിമാണ്. പുതിയ കൊട്ടാരം ഏതാണ് പിള്ളേരെ? സിക്കിമാണ് പുതിയ കൊട്ടാരം. അത് ചുവന്ന മലകളുടെ നാട് എന്നർത്ഥപ്പെടുന്ന സംസ്ഥാനം ഏതാ? ചുവന്ന മലകളുടെ നാട് എന്നർത്ഥപ്പെടുന്ന സംസ്ഥാനമാണ് ഏതാ? അരുണാചൽ പ്രദേശ്. ചുവന്ന മലകളുടെ നാട് എന്നർത്ഥപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. അടുത്ത് ഉയർന്ന പ്രദേശം എന്നർത്ഥപ്പെടുന്ന നാട് സംസ്ഥാനം ഏതാ?
ഉയർന്ന പ്രദേശം എന്നർത്ഥമുള്ള സംസ്ഥാനമാണ് കർണാടക. ഏതാണ് പിള്ളേരെ? കർണാടക. കോറമൻഡൽ തീരം കേട്ടോ, കോറമൻഡൽ തീരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? കോറമൻഡൽ തീരം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഏതാണ് പിള്ളേരെ? തമിഴ്നാട്. അതുപോലെ ഉത്കൽ സമതലം എന്നറിയുന്ന സംസ്ഥാനം ഏതാ? ഉത്കൽ സമതലം. ഉത്കൽ സമതലം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഏതാണ് പിള്ളേരെ? ഒഡീഷ. ഓക്കെ, അപ്പോൾ ഒന്ന് ഫുള്ള് ഓട്ടിക്കാൻ പോവുകയാണേ, നോക്കിക്കോണേ. ശരി. ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാട് മിസോറാം. ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാട് ഏതാണ് പിള്ളേരെ? മിസോറാമാണ്. തുല്യമല്ലാത്തത് ഏതാ? തുല്യമല്ലാത്തത് അസമാണ്. തുല്യമല്ലാത്ത ഏതാണ്? അസമാണ്. പുതിയ കൊട്ടാരം ഏതാ? പുതിയ കൊട്ടാരം എന്നറിയപ്പെടുന്നത് സിക്കിമാണ്. ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശ്. അരുണെന്ന് വെച്ചാൽ ചുവപ്പല്ലേടാ, പിന്നെ പഠിക്കാൻ എളുപ്പമല്ലേ. അടുത്ത ഉയർന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാ? കർണാടകയാണ്. കോറമണ്ഡൽ തീരം ഏതാ? കോറമണ്ഡൽ തീരം തമിഴ്നാട്. ഉത്കൽ സമതലം പറഞ്ഞ ഉത്കൽ സമതലം. ഉത്കൽ സമതലം ഒഡീഷ. ഒഡീഷ. ഓക്കെ, ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാവേ. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്. ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെ ഇടയിലുള്ള കടലിടുക്ക് ഏതാണ്? പാക്ക് കടലിടുക്കാണ്. ഏതാണ്? പാക്ക് കടലിടുക്കാണ് കേട്ടോ, അതൊക്കെ നമുക്കറിയാം. അടുത്ത് റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ്? റൂർക്കേല നമുക്കറിയാം, മറ്റേ ഇരുമ്പുരുക്ക് ശാലകൾ ഭിലായി, റൂർക്കേല, ദുർഗാപൂർ, അതുപോലെ നമ്മുടെ ബൊക്കാറോ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നു, എപ്പോഴാണ് ആരംഭിച്ചത്, ഇതെല്ലാം പറഞ്ഞിട്ടൊരു കോഡ് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒന്നുകൂടെ ഇട്ട് തരാം, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് ഞാൻ ഒരു കോഡ് വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഇരുമ്പുരുക്ക് ശാലകളും അത് പഠിക്കാൻ ഒരു കോഡുണ്ട്, ആ കോഡായിട്ട് ഞാനത് ഇട്ട് തരാം കേട്ടോ, വീഡിയോ. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ചെയ്താൽ റൂർക്കേല. റൂർക്കേല ജർമ്മനിയാണ് കേട്ടോ. 15 ആൻസർ ഡി, ജർമ്മനി. ഓക്കെ, അടുത്ത 16. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം ഏതാ? നീലഗിരിയാണ്. ഏതാണ് വളരെ? നീലഗിരിയാണ്. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ് ഏത്? നീലഗിരി. നീലഗിരി. ഓക്കെ, ശരി. നീലഗിരി, ഞാൻ ചോദിക്കട്ടെ, നീലഗിരിക്ക് വേറെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട്. നീലഗിരി ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് കേട്ടാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, നീലഗിരിയാണ്. അതാണ് നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. അപ്പോൾ 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യം. ദേശീയപാത 1 ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ദേശീയപാത 1 ബന്ധപ്പെടുത്തുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ. എടാ, ഇത് ചോദ്യം ക്യാൻസൽ ചെയ്തു, കാരണം പുതിയ നമ്പറിങ് വന്നല്ലോ. പുതിയ നമ്പറിങ് വന്നതിന് ശേഷമുള്ള ആൻസർ ഈ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, അപ്പോൾ പുതിയ നമ്പറിങ് വന്നതിന് ശേഷം ഉള്ള ആൻസർ ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അറിയോ? ദേശീയപാത 1 ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ലേ കേട്ടോ, ശ്രീനഗറിനെയും ലേയാണ് ബന്ധിപ്പിക്കുന്നത്. അത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നഗരങ്ങൾ നേട്ടാ? ശ്രീനഗറിനെയും ലേയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ശ്രീനഗറിനെയും ലേയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, നമുക്ക് പലപ്പോഴും PSC ചോദിക്കാറുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏതാ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1995. ഏത് വർഷമാണ്? 1995. ഈ ദേശീയപാതകളിൽ നടക്കുന്ന റോഡ് അപകടങ്ങൾ തടയാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും അതിന് വേണ്ടിയിട്ട് സഹായം നൽകാനും വേണ്ടിയിട്ട് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ചൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്, അറിയോ? അത് 1033. എത്രയാണ്? 1033. അപ്പോൾ ഓർത്ത് വെച്ചോണം, ദേശീയപാതയിൽ നടക്കുന്ന റോഡ് അപകടം തടയാനും അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനുമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1033. അതുപോലെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ വികസന പദ്ധതി ഏതെന്നറിയോ? നാഷണൽ ഹൈവേ വികസന പദ്ധതിയാണ് ഭാരത് മാല പദ്ധതി. അതാണ് വളരെ ഭാരത് മാല പദ്ധതി. ഭാരത് മാല പദ്ധതി എന്തുമായി ബന്ധപ്പെടുന്ന കേട്ടാൽ പറഞ്ഞു കൊടുക്കണം, റോഡ് നിർമ്മാണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദേശീയപാത വികസന പദ്ധതിയാണ് ഭാരത് മാല പദ്ധതി. ആണ് ഭാരത് മാല പദ്ധതി. അപ്പോൾ ഓർത്ത് വെച്ചോണം, 1995 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1033. ഭാരത് മാല പദ്ധതി ഓർമ്മേണ്ട എന്താണെന്ന്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ വികസന പദ്ധതിയാണ് ഏത്? ഭാരത് മാല പദ്ധതി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു. അടുത്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഓപ്ഷൻ എ, ജാംനഗറിലാണ്. എണ്ണ ഖനനമല്ല. എണ്ണ ഖനനം ആദ്യം ചോദിച്ചാൽ ദിഗ്ബോയ്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. ഏറ്റവും വലിയ എണ്ണ ഖനനം അല്ലെങ്കിൽ ഏറ്റവും വലിയ എണ്ണപ്പാടം ചോദിച്ചാൽ മുംബൈ ഹൈ ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം ചോദിച്ചാൽ മുംബൈ ഹൈ. ആദ്യമായി എണ്ണ ഖനനം ആരംഭിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിഗ്ബോയ്, അസം.
എന്നാൽ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ജാംനഗറാണ്. എൻ്റെ പിള്ളേരെ ജാംനഗറാണ് എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത്. ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാമേ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951 കേട്ടോ. ഏത് വർഷമാണ്? 1951. ഈ പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച വർഷവും അവരുടെ പ്രധാന ലക്ഷ്യമൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് കോഡാണ് കേട്ടോ, കണക്ഷൻ വെച്ച് പഠിക്കാൻ പറ്റും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അത് എഴുതിയെടുത്ത് പഠിച്ചു വേണം, മനസ്സിലായോ? ചാനൽ നോക്കിയാൽ മതി കേട്ടോ. പഞ്ചവത്സര പദ്ധതിയിലും സെൽസിയസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കാണാത്തിട്ടുണ്ടെങ്കിൽ കണ്ടുപഠിക്കുക. അടുത്ത് കേരളത്തിലെ ഏറ്റവും കടൽത്തീരമുള്ള ജില്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ബേസ് ചോദ്യങ്ങളാണ്. നമുക്ക് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അതൊക്കെ അറിയാം. ഏറ്റവും കടൽത്തീരമുള്ള ജില്ല ഏതാ? കണ്ണൂരാണ്. അവിടെ കൂടുതലൊന്നും പറയില്ല. ഏറ്റവും കുറവ് കൊല്ലം കേട്ടോ. ഏറ്റവും കുറവ് കൊല്ലമാണ്. കേരളത്തിൻ്റെ കടൽത്തീര ദൈർഘ്യം ചോദിച്ചാൽ എത്രയാണ്? എത്ര ദൈർഘ്യം? 590 കിലോമീറ്ററാണ് കേട്ടോ. 580 പുതിയ അപ്ഡേഷൻ പ്രകാരം, പുതിയ ഗവൺമെൻറ് രേഖകൾ പ്രകാരം കേരളത്തിൻ്റെ കടൽത്തീര ദൈർഘ്യം എത്രയാണ്? 590 കിലോമീറ്ററാണ് കേട്ടോ. 590 കിലോമീറ്ററാണ്. ഓക്കെ, അടുത്ത് 21ാമത് ചോദ്യം. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷൻ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഭേദഗതിയിൽ പഠിക്കണമെന്ന് PSC പറയുന്നുണ്ടെങ്കിലും അത് തന്ന ലിസ്റ്റിൽ ഈ പറഞ്ഞ ഭേദഗതി പഠിക്കാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഭേദഗതികൾ എല്ലാം പഠിക്കേണ്ടി വരും. പ്രധാനപ്പെട്ട എല്ലാം നിങ്ങൾ പഠിക്കേണ്ടി വരും. കാരണം എവിടെ നിന്നാണ് കയറി ചോദ്യം വരാം. ഇതൊക്കെ പല ആൾക്കാർക്കും കിട്ടാത്തതാണ്. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ആൻസർ 97ാം ഭരണഘടനാ ഭേദഗതി. ഏതാണ് പിള്ളേരെ? 97ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ഇത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പോൾ നമുക്ക് 44ാം ഭരണഘടനാ ഭേദഗതി നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുള്ളതാണ്. 103 നമ്മളിപ്പോൾ പഠിച്ചു. സാമ്പത്തിക സംവരണമാണ് 103 സാമ്പത്തിക സംവരണമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ നിന്ന് വെട്ടിയെടുക്കാം. ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ കണ്ടെത്താൻ പറ്റും. കാരണം ബാക്കി ഉള്ളത് ഒന്നും അല്ല നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറിഞ്ഞാത്ത ഒരെണ്ണം കിടക്കുകയില്ലേ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ആൻസർ ഉണ്ട് 97ാം ഭേദഗതിയാണ്. ഈ 97ാം ഭേദഗതി 2011. ഏത് വർഷമാണ് പിള്ളേർ? 2011 97ാം ഭേദഗതി വന്നത്. മൻമോഹൻ സിംഗാണ് ആ സമയത്ത് പ്രധാനമന്ത്രി. പ്രതിഭ പാട്ടീലാണ് ആ സമയത്ത് രാഷ്ട്രപതി. ഓക്കെ, ഈ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടോണം. കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് ഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ സംഘങ്ങൾ എന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് 9B എന്ന ഭാഗം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തത് ഈ ഭേദഗതിയിലാണ്. അപ്പോൾ ഏത് പേരിൽ? ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ട് കൊടുത്തുകൊണ്ട് ഭാഗം 9B കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് ഏത്? 97ാം ഭേദഗതി. പിന്നെ 2021 ജൂലൈ 20 നമ്മുടെ സുപ്രീം കോടതി ഈ ഒരു ഭാഗം ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു വിധി പുറപ്പെടുവിച്ചായിരുന്നു. ഓക്കെ, 2021 ജൂലൈ 20 സുപ്രീം കോടതി എന്ത് വിധി കൊടുത്തു? ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു വിധി പുറപ്പെടുവിച്ചായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ വേറൊരു കാര്യം ഓർത്തോണം, ആർട്ടിക്കിൾ 43B ആണ്. ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തതും ഈ ഭേദഗതിയിലാണ്. ആ 43Bയിൽ പറയണത് സഹകരണ സംഘങ്ങൾക്ക് പ്രോത്സാഹനം. ഏതാണ്? സഹകരണ സംഘങ്ങൾക്ക് പ്രോത്സാഹനമാണ് 43Bയിൽ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം 19(1)C ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 19(1)C എന്താ പറയുന്നത്? സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകൾ, C ഫോർ സംഘടനകൾ രൂപീകരിക്കുന്ന സ്വാതന്ത്ര്യമാണ് 19(1)C പറയുന്നത്. ഓക്കെ, ഈ 19(1)C ഭേദഗതി ചെയ്തതും ഈ പറയുന്ന 97ാം ഭേദഗതിയിലാണ്. അത് അമെൻമെൻറ്റ് ചെയ്തു. ഓക്കെ, ശരി. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ച് വേണം. 2011 ഭേദഗതി. മൻമോഹൻ സിംഗാണ് ആ സമയത്ത് ആര്? പ്രധാനമന്ത്രി. പ്രതിഭ പാട്ടീലാണ് രാഷ്ട്രപതി. ഓക്കെ, ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന പേരിൽ ഒരു തലക്കെട്ട് കൊടുത്തുകൊണ്ട് 9B എന്ന ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ 43B എന്ന് പറയുന്ന ആർട്ടിക്കിൾ, ആ 43Bയിൽ സഹകരണ സംഘങ്ങൾക്ക് പ്രോത്സാഹനം നൽകണമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഒരു മൗലികല്ല, ഒരു മാർഗ്ഗനിർദ്ദേശ തത്വമായിട്ട് നമുക്കറിയാം. 43 പറയുന്നത് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളിലല്ലേ. മാർഗ്ഗനിർദ്ദേശ തത്വമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട് 43Bയിൽ. ഓക്കെ, അതുപോലെ 19(1)Cയിൽ സംഘടനകളെ രൂപീകരിക്കുന്ന സ്വാതന്ത്ര്യം. അപ്പോൾ അതിലും എന്ത് ചെയ്തു? ഭേദഗതി വരുത്തി. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 2021 ജൂലൈ 20 സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണ് 9B എന്ന് ഒരു വിധി പുറപ്പെടുവിച്ചായിരുന്നു കേട്ടോ. ഓക്കെ, ശരി. അടുത്ത 22ാമത് ചോദ്യം. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓക്കെ,
നമ്മളെല്ലാവരും DY ചന്ദ്രചൂഡ് എന്ന് പഠിച്ചുകൊണ്ട് പോയി കാണും പലരും. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം പറയുക, ഞാൻ ഇങ്ങനെ ഒരാളുടെ ഒരു പൊസിഷനൊക്കെ വരുന്ന സമയത്ത് അവരുടെ പേരും സംസ്ഥാനമൊക്കെ മുഴുവൻ പേരും സംസ്ഥാനമൊക്കെ നോക്കി വയ്ക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ PSC ഇങ്ങനെ സ്വഭാവമുണ്ട്. PSC എന്നറിയാമോ, ഇങ്ങനെ കയറി ചോദിക്കും, മനസ്സിലായോ? അതായത് പേര് ഒരേ പേരിട്ട് തന്നെ എന്ത് ചെയ്യും, തിരിച്ചും പറഞ്ഞ് ചോദിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാവേ. നമ്മളൊരു സംവിധായകൻ സച്ചി മഴ സമയത്ത് ഒരു പരീക്ഷയ്ക്ക് ഇതേപോലെ ഇനിഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ PSC ചോദിച്ചായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വെച്ച് വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ പഠിപ്പിക്കാൻ വേണ്ടി നോട്ട് തയ്യാറാക്കുമ്പോഴെല്ലാം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരാൾ പുതിയൊരു അപ്പോയിൻറ്റ് ആവുന്നെങ്കിൽ അയാളുടെ മുഴുവൻ പേര് തന്നെ ഞാൻ പരമാവധി എന്ത് ചെയ്യാറുണ്ട്, നോക്കി വയ്ക്കാറുണ്ട്. പിന്നെ സംസ്ഥാനം നോക്കി വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ DY ചന്ദ്രചൂഡ് ഓപ്ഷൻ എ ആണ്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് കേട്ടോ. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ് DY ചന്ദ്രചൂഡ്. ഇദ്ദേഹം എത്രാമത്തെ സുപ്രീം കോടതി ജഡ്ജാണ്? ഇദ്ദേഹം ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് കേട്ടോ. 50ാമത്തെ ആളാണ്. 50ാമത്തെ ആൾ. സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ 16ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന യശ്വന്ത് വിഷ്ണു ചന്ദ്രചൂഡ്, അതായത് YV ചന്ദ്രചൂഡ്, ഇന്ത്യയുടെ 16ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്നു YV ചന്ദ്രചൂഡ്. ഈ YV ചന്ദ്രചൂഡിൻ്റെ മകനാണ് DY ചന്ദ്രചൂഡ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. ഇപ്പോഴത്തെ ആൾ DY ചന്ദ്രചൂഡ്, ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് കേട്ടോ. അപ്പോൾ അദ്ദേഹം എത്രാമത്തെ ആളാണ്? 50ാമത്തെ ആൾ. സംസ്ഥാനം മഹാരാഷ്ട്ര. ഓക്കെ, 49ാമത്തെ ആൾ ആരാ? 49ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് UU ലളിത്, ഉദയ് ഉമേഷ് ലളിത് എന്ന UU ലളിതാണ് 49ാമത്തെ ആൾ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. 49 എന്നൊക്കെ എടുത്ത് ചോദിച്ചോളാം. 48 അറിയോ? 48 NV രമണയാണ്. 48 NV രമണ. ഓക്കെ, 47 SA ബോബ്ഡെയാണ്. 48 ശരത് അരവിന്ദ ബോബ്ഡെ. ഓക്കെ, 48. 46 രഞ്ജൻ ഗൊഗോയ്. അപ്പോൾ അത്രയും പേരുകളൊന്നും ഓർത്ത് വെച്ചോണം കേട്ടോ. ഈ നിലവിൽ പൊസിഷനിലുള്ള ആൾ ആരാണെന്ന് അയാളുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിഞ്ഞ് വെച്ചോണം. ബാക്കിയുള്ള ആൾക്കാരുടെ ജസ്റ്റ് പേരെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞത് 46 രഞ്ജൻ ഗൊഗോയ്, 47 SA ബോബ്ഡെ ശരത് അരവിന്ദ ബോബ്ഡെ. അടുത്ത് 48 NV രമണ, 49 UU ലളിത്, 50 DY ചന്ദ്രചൂഡ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത് 23ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ഏത്? മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, അവിടെ ചുമതലയാണ്. ജയിൽ സന്ദർശിക്കണം. ജയിലിൽ പോയിട്ട് കുറ്റവാളികളാണെങ്കിൽ ഒരു മനുഷ്യരാണ്, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നോക്കണം. അടുത്ത മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. ശരിയാണ്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ എന്ത് ചെയ്യണം, ഗവേഷണം നടത്തണം. മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, അത് അവരുടെ ചുമതലയല്ല. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ അത് ഗവൺമെൻറ് മാത്രമേ അധികാരമുള്ളൂ. മനസ്സിലായി? ഒരു കമ്മീഷനുള്ള അധികാരമില്ല. ഓക്കെ, ഗവൺമെൻറ് മാത്രമേ അധികാരമുള്ളൂ. ഇപ്പം നമ്മളെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കുകയാണെങ്കിൽ, മനസ്സിലായി, നമ്മളെ നിയമിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ അവർ നിയമിച്ചാൽ പോലും അവർക്ക് നമ്മളെ പിരിച്ചുവിടാൻ പറ്റത്തില്ല. നമ്മളെ പിരിച്ചു വിടണമെങ്കിൽ അതാര് ചെയ്യണം? ഗവൺമെൻറ് ചെയ്യണം. പിന്നെ നമുക്കെതിരെ അച്ചടക്ക നടപടി, അതായത് നമ്മൾ എന്തെങ്കിലും അച്ചടക്ക ലംഘനം കാണിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സർക്കാർ ഏൽപ്പിക്കുന്നത് ആരെയാണ്? അത് പബ്ലിക് സർവീസ് കമ്മീഷനെയാണ്. മനസ്സിലായ? അതിപ്പോൾ നമ്മളെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി, നമ്മൾ സർക്കാർ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. പക്ഷേ ഒരു കമ്മീഷനും ഒരു ഉദ്യോഗസ്ഥനെയും പിരിച്ചുവിടാൻ പറ്റത്തില്ല. പിരിച്ചുള്ള അധികാരം ആർക്കാണ്? അത് ഗവൺമെൻറ്റിനാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. ശരി, അടുത്ത് 24ാം ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്താൻ പറയുന്നത്. നോക്കാം. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. അത് ശരിയാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് മാറ്റിയതോടെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത്. ഈ വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതായത് വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. അത് ഒരു കാര്യം അവിടെ ആടാവും. അതായത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ, ഹിന്ദിയിലോ പ്രാദേശിക ഭാഷയിലോ. മനസ്സിലായ? ഇവിടെ ഹിന്ദിയെക്കുറിച്ച് പറയാത്തതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി മാറി? തെറ്റായി മാറി. ഓക്കെ, അവിടെ ഹിന്ദി കൊണ്ട് പറയുന്നുണ്ട്. ഇംഗ്ലീഷോ ഹിന്ദിയോ പ്രാദേശിക ഭാഷയോ. ഓക്കെ, അടുത്ത് 3ാമത്തേക്ക് ശരിയാണ്. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം
വിവരം വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പോൾ വിദേശ സർക്കാരിൽ നിന്നൊരു രഹസ്യ വിവരം കിട്ടിയിട്ട് നമ്മൾ അത് രഹസ്യ വിവരം അവിടെ തന്നെ പറയുന്നുണ്ട്, നമ്മളെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരുമോ? ഇല്ല, അതപ്പോൾ തെറ്റായൊരു പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം. അതായത് ഈ അംഗസംഖ്യ എന്ന് പറയണത്, അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മീഷണറും 10 അംഗങ്ങളുമാണ് കേട്ടോ. ഒരു കമ്മീഷണറും 10 അംഗങ്ങളുമാണ്, ടോട്ടൽ 12 പക്ഷേ 10 കൂടാൻ പാടില്ല, മനസ്സിലായില്ലേ? അതായത് കമ്മീഷണർമാരുടെ എണ്ണം 10 കൂടാൻ പാടില്ല. 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ചീഫും 10 കമ്മീഷണർമാർ, മാക്സിമം 10 കമ്മീഷണർമാർ, പരമാവധി എല്ലാം കൂടി ചേർക്കുമ്പോൾ അംഗസംഖ്യ എത്രയാണ്? 11. അതിൽ ഒരാൾ ചീഫായിരിക്കും, ബാക്കിയുള്ള 10 പേര് കമ്മീഷണർമാരായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിള്ളേരെ? ഓക്കെ, വെള്ളി കുറേ വീഴണം. അടുത്ത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ്. ഇപ്പോഴും ആര് തന്നെ? അയ്യോ, മറ്റേ ആൻസർ ഒട്ടിക്കതില്ലല്ലേ? 24. അപ്പം 1, 3, 4 ശരിയാണ്. അപ്പം ഡി വരും. 1, 3, 4 ശരി, ഡി ആണ് ആൻസർ കേട്ടോ. അടുത്ത് 25ാമത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോഴും പിള്ളേരെ ഈ ദിവസം പോലും വിശ്വാസ് മേത്തയാണ്. നിങ്ങൾ ഈ എ ഹക്കീം പറഞ്ഞുകൊണ്ട് വരുന്നത് അദ്ദേഹം വിവരാവകാശ കമ്മീഷനാണ്. പല ആൾക്കാരും എ ഹക്കീമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോഴും വിശ്വാസ് മേത്ത തന്നെയാണ്, മാറിയിട്ടില്ല. ഇന്നത്തെ ദിവസം പോലും വിശ്വാസ് മേത്ത തന്നെയാണ്, മാറിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഹക്കീം ഞാൻ പറഞ്ഞില്ലേ കമ്മീഷണർമാരിൽ ഒരാളാണ്. സംസ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ 1+10 അതായത് 11 ടോട്ടൽ. ഒരു ചീഫും 10 കമ്മീഷണർമാരാണ് കേട്ടോ. ആ 10 കമ്മീഷണർമാരിൽ ഒരാളാണ് ഈ പറയുന്ന എ ഹക്കീം. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ എപ്പോഴാണ്? 2005 ഡിസംബർ 19 അപ്പോൾ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഏത് വർഷം? 2005 ഡിസംബർ 19. ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ആസ്ഥാനം വളരെ തിരുവനന്തപുരമാണ്. ആരാണ് ആദ്യത്തെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. ആരാണ് വളരെ? പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇത്തിരി പാടായിരുന്നു. അതുകൊണ്ട് കട്ട് ഓഫ് എത്ര? 20 മാർക്കാണ് കട്ട് ഓഫ്. ഓക്കെ, അപ്പം എല്ലാവരും നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി? കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ഓക്കെ, ബൈ.